ഹായ് ഹലോ, ഇന്നൊരു വാട്ട ഈറ്റിനിടെയാണ്. അപ്പം നമ്മളിന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറാണ് കറി. സാമ്പാർ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഉള്ള മലക്കറിയൊക്കെ വെച്ചിട്ട് സാമ്പാർ പൊടിയൊക്കെ വെച്ച് ഒരു സാമ്പാർ വെച്ചതാണ്. പിന്നെ ചായയുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ കാപ്പി കുടിച്ചപ്പോൾ എനിക്ക് 2 ഇഡ്ഡലി തന്നെ മതിയാവും. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ ചോറ് കഴിക്കുന്നത്, അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സാണ് കഴിച്ചെങ്കിലായി. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടി നമ്മൾക്ക് നെത്തോലി മീൻകറിയാണ്. ഇത് പയർ തോരനാണ്, ചുമന്ന പയറാണ്. പിന്നെ രാവിലത്തെ സാമ്പാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടെ പപ്പടം ഉണ്ടായിരുന്നു. നമ്മളൊരു 2 മണിയൊക്കെ ആയപ്പോൾ അബിക്കുട്ടനും സച്ചുനും ചോറ് കൊടുത്തിട്ട് ഞാൻ ചോറ് കഴിക്കുകയാണ്. ഞാനിപ്പോൾ കേരളത്തിലാണ്. ഇപ്പോൾ സൈഷേട്ടൻ ഇവിടെ ഇല്ല. സൈഷേട്ടൻ വരുന്നത് വരെ ഞാനിപ്പം കേരളത്തിൽ എൻ്റെ വീട്ടിൽ നിൽക്കുവാണ്. അങ്ങനെ ഉച്ചയ്ക്കത്തെ ഊണ് കഴിഞ്ഞു. പിന്നെ വൈകിട്ട് ചായ ടൈമാണ്. ചായയുടെ കൂടെ നമുക്ക് കഴിക്കാൻ കേക്കാണ്. ഇത് പൈനാപ്പിൾ ഫ്ലേവർ കേക്കാണ്. ഇത് അച്ഛൻ പുറത്ത് പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം നമ്മളൊരു 5 മണിയൊക്കെ ആയി കേട്ടോ ചായ ഇട്ട് കുടിച്ചപ്പം. നേരെ സന്ധ്യയെ തുടങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ ചായയുടെ കൂടെ കേക്കാണെന്ന് കഴിച്ചത്. അപ്പം നമ്മൾ കേരളത്തിലെത്തിയിട്ട് 1 മാസം കഴിഞ്ഞു കേട്ടോ. സൈഷേട്ടൻ കോയമ്പത്തൂർ ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ വരുന്നത് വരെ കേരളത്തിൽ എൻ്റെ വീട്ടിൽ നിൽക്കാനാണ് പ്ലാൻ. അപ്പോൾ രാത്രി ആയപ്പോൾ നമ്മൾ ചോറ് കഴിക്കാനൊക്കെ പ്ലാനിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ രണ്ടാമത്തെ അനിയൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കുഴിമന്തി മേടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സലാഡ് ഉണ്ടായിരുന്നു, ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ അബിക്കുട്ടിന് ഞാൻ ചോറ് കൊടുക്കാനായിട്ട് മുട്ട പൊരിച്ചായിരുന്നു. അപ്പോഴാണ് കുഴിമന്തി കൊണ്ടുവന്നത്. പിന്നെ ഞങ്ങൾ മുട്ട പൊരിച്ചത് കുഴിമന്തിയുടെ കൂടെ വെച്ച് കഴിക്കുവാണ്. അപ്പോൾ അതിന് 2 പീസ് ഇറച്ചിയും കുറച്ച് ചോറും എടുത്തിട്ട് ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും പിന്നെ 2 അനിയന്മാർ, പിന്നെ ഇളയ അനിയൻ്റെ ഭാര്യ, ഞങ്ങളെല്ലാവരുടെ പകത്ത് കഴിച്ചു. അപ്പോൾ എൻ്റെ മൂത്ത അനിയൻ്റെ ഭാര്യ ഇവിടെ ഇല്ല കേട്ടോ. ആ കുട്ടിയുടെ വീട്ടിലാണ്, പ്രസവിച്ച് കിടക്കണം കേട്ടോ. അപ്പം നല്ലൊരു ക്യൂട്ട് മോളാണ്. പിന്നെ നമുക്കിനി അതിൻ്റെ ചടങ്ങുകളൊക്കെ വരാൻ, പ്രസവിച്ച് അധികം നാളായില്ല. ഇനി ചരടുകെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞാനിനി തിരികെ തമിഴ്നാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ ഞങ്ങളെ വീട് പൂട്ടിയിട്ടിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ചെല്ലമ്പനി എന്ത് പരിവായി കിടക്കുന്നൊന്നും അറിയില്ല. കാരണം 2 മാസം ആവാറായി കേരളത്തിൽ വന്നിട്ട്. അപ്പോൾ അബിക്കുട്ടന് നമ്മൾ ഒരു വലിയ ലെഗ് പീസും കുറച്ച് ചോറും കൊടുത്തു. അപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമാണ്, ചിക്കനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ആൾ നല്ലവണ്ണം കഴിച്ചിട്ട് സൂപ്പറാണെന്ന് പറഞ്ഞു. അബിക്കുട്ടന് ഇറച്ചി ഐറ്റംസൊക്കെ ഇഷ്ടമാണ്. ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി. താങ്ക് യു.